നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മഹാത്ഭുതം സംഭവിക്കാൻ പോവുകയാണ്. കഷ്ടപ്പാടുകളുടെയും കണ്ണീരിൻ്റെയും നാളുകൾക്ക് വിരാമമിട്ടുകൊണ്ട് സാക്ഷാൽ മഹാലക്ഷ്മി ദേവി നിങ്ങളുടെ വീട്ടുമുറ്റത്തേക്ക് വലതുകാൽ വെച്ച് കടന്നു വരാൻ പോകുന്ന സമയം. അതെ, അത് സമാഗതമായിരിക്കുകയാണ്. ഈ കഴിഞ്ഞ 2026 ജനുവരി മാസം 13 ജ്യോതിഷശാസ്ത്രപ്രകാരം വളരെ നിർണായകമായ ഒരു മാറ്റം പ്രപഞ്ചത്തിൽ സംഭവിച്ചിരുന്നു. സമ്പത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും പ്രണയത്തിൻ്റെയും കാരകനായ ശുക്രൻ തൻ്റെ രാശി മാറി ധനുരാശിയിൽ നിന്നും മകരരാശിയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. എന്നാൽ ആ മാറ്റത്തിൻ്റെ യഥാർത്ഥ ഗുണഫലങ്ങൾ പ്രകടമാകാൻ പോകുന്നത് ഇപ്പോഴാണ്. അതിൻ്റെ ഫലമെന്നവണ്ണം ഈ വരുന്ന 2026 ജനുവരി 20 മുതൽ രാജകീയമായ ഒരു കോടീശ്വര യോഗത്തിന് തുടക്കമാവുകയാണ്. മകരത്തിലെത്തിയ ശുക്രൻ്റെയും ഒപ്പം മിഥുനത്തിൽ നിൽക്കുന്ന വ്യാഴത്തിൻ്റെയും മീനത്തിൽ നിൽക്കുന്ന ശനിയുടെയും സ്വാധീനം 20-ാം തീയതി മുതൽ 4 രാശിക്കാർക്ക് ശക്തമായി അനുഭവപ്പെട്ടു തുടങ്ങും. ഈ 4 രാശികളിൽ ഉൾപ്പെട്ട 12 നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഇനി പണത്തിൻ്റെ, ഭാഗ്യത്തിൻ്റെ ഒരു വിളയാട്ടം തന്നെയായിരിക്കും. പണം കയ്യിൽ നിൽക്കാത്തവർക്ക് പണം വന്നു ചേരും. ജോലിയില്ലാത്തവർക്ക് ജോലി ലഭിക്കും. ആ ഭാഗ്യനക്ഷത്ര ജാതകർ ഏതൊക്കെയാണ്? ജനുവരി 20 മുതൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരാൻ പോകുന്നത്? നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം ഇന്നത്തെ വീഡിയോയിലൂടെ. വീഡിയോ അവസാനം വരെ കാണുക. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക. നാളെ ചൊവ്വാഴ്ചയാണ്. മുത്തുമാരിയമ്മയ്ക്ക് പ്രത്യേക പൂജയുണ്ടായിരിക്കും. ഈ പൂജയിൽ നിങ്ങളെയും പങ്കെടുപ്പിക്കും. ഇന്ന് രാത്രി 10 മണിയോടുകൂടി നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും ഞാൻ എഴുതിയെടുക്കും. നാളത്തെ പൂജയിൽ നിങ്ങളെയും ഉൾപ്പെടുത്തും. ഇപ്പോൾ തന്നെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക. നമുക്കറിയാം, ശുക്രൻ എന്ന് പറയുന്നത് അസുര ഗുരുവാണെങ്കിലും ലൗകിക ജീവിതത്തിലെ എല്ലാ സുഖങ്ങളുടെയും കാരകനാണ്. നല്ല വീട്, നല്ല വാഹനം, നല്ല വസ്ത്രം, ദാമ്പത്യസുഖം ഇതെല്ലാം ശുക്രൻ്റെ അനുഗ്രഹത്താലാണ് ലഭിക്കുന്നത്. ജനുവരി 20 മുതൽ ശുക്രൻ മകരരാശിയിൽ ശക്തനായി നിൽക്കുമ്പോൾ അത് വെറുമൊരു രാശിമാറ്റമല്ല, ശനിയുടെയും വ്യാഴത്തിൻ്റെയും ദൃഷ്ടി കൂടി ഇതിൽ വരുന്നുണ്ട്. ഇതുവരെ നിങ്ങൾ അനുഭവിച്ച തടസ്സങ്ങൾ, അത് സാമ്പത്തികമായിരിക്കാം, തൊഴിൽപരമായിരിക്കാം, അതെല്ലാം ഒരു മഞ്ഞുപോലെ ഉരുകിമാറുന്ന സമയമാണ് ഇനി മുതൽ. പ്രത്യേകിച്ച് ഞാൻ ഈ എടുത്തു പറയാൻ പോകുന്ന 4 രാശിക്കാർ, നിങ്ങൾക്കിനി തിരിഞ്ഞു നോക്കേണ്ടി വരില്ല. നിങ്ങളുടെ ജാതകത്തിൽ ഈ സമയം ഭാഗ്യസ്ഥാനങ്ങൾ ഉണരുകയാണ്. അപ്പോൾ നമുക്ക് സമയം കളയാതെ ആ ഒന്നാമത്തെ ഭാഗ്യരാശി ഏതാണെന്ന് നോക്കാം. ആദ്യത്തെ ഭാഗ്യരാശി ശുക്രൻ്റെ സ്വന്തം രാശിയായ ഇടവരാശിയാണ്. ഇതിൽ ഉൾപ്പെടുന്ന നക്ഷത്രങ്ങൾ ഇവയാണ്: കാർത്തികയുടെ അവസാന മുക്കാൽ ഭാഗം, രോഹിണി മകയിരത്തിൻ്റെ ആദ്യ പകുതി. പ്രിയപ്പെട്ട ഇടവരാശിക്കാരെ, ജനുവരി 20 മുതൽ നിങ്ങളുടെ ജീവിതം മാറുകയാണ്. കഴിഞ്ഞ കുറച്ചു നാളുകളായി അല്ലെങ്കിൽ കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി നിങ്ങൾ തൊഴിൽപരമായി വലിയ സമ്മർദ്ദത്തിലൂടെയായിരിക്കും കടന്നു പോയിട്ടുണ്ടാവുക. എത്ര ആത്മാർത്ഥമായി ജോലി ചെയ്താലും കുറ്റപ്പെടുത്തലുകൾ മാത്രം. കൂടെ ജോലി ചെയ്യുന്നവരിൽ നിന്നുള്ള ചതികൾ, മേലധികാരികളുടെ അപ്രീതി, പലപ്പോഴും ജോലി ഉപേക്ഷിച്ചാലോ എന്നുവരെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാകാം. എന്നാൽ സന്തോഷിച്ചോളൂ, ആ സമയം കഴിഞ്ഞു. ജനുവരി 20 മുതൽ നിങ്ങളുടെ 9-ാം ഭാവത്തിലേക്കാണ് ഈ മാറ്റം വരുന്നത്. ഭാഗ്യദേവത നിങ്ങളെ കനിയാൻ തുടങ്ങും. മുടങ്ങിക്കിടന്ന കാര്യങ്ങൾ, അത് വീട് പണിയാവട്ടെ, ബിസിനസ് ആകട്ടെ, അത് പൂർത്തീകരിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ഇതിലെ ഏറ്റവും പ്രധാനം യാത്രകളാണ്. വിദേശയാത്രയ്ക്ക് ശ്രമിക്കുന്നവർക്ക് വിസ തടസ്സങ്ങൾ മാറും. തീർത്ഥയാത്രകൾ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള യോഗമുണ്ടാകും. ഈ വരുന്ന 24 ദിവസത്തിനുള്ളിൽ അപ്രതീക്ഷിതമായ ധനലാഭം നിങ്ങളെ തേടിയെത്തും. അത് ചിലപ്പോൾ ഒരു ലോട്ടറി രൂപത്തിലാകാം, ചിട്ടി ലഭിക്കുന്നതാകാം, അല്ലെങ്കിൽ പൂർവിക സ്വത്തിൽ നിന്നുള്ള വിഹിതമാകാം. നിങ്ങളെ വിട്ടുപോയ പണം പലിശ സഹിതം തിരികെ ലഭിക്കാനുള്ള യോഗം കൂടിയാണിത്. രണ്ടാമത്തെ രാശി ബുധൻ അധിപനായ കന്നിരാശിയാണ്. നക്ഷത്രങ്ങൾ ശ്രദ്ധിക്കുക: ഉത്രം മുക്കാൽ,
അത്തം ചിത്തിരയുടെ പകുതി. കന്നിരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറച്ചു കാലം കൺഫ്യൂഷൻ അല്ലെങ്കിൽ ആശയക്കുഴപ്പങ്ങളുടെ കാലമായിരുന്നു. എന്ത് ചെയ്യണം എന്നറിയാത്ത അവസ്ഥ, ദാമ്പത്യ ജീവിതത്തിൽ അകാരണമായ കലഹങ്ങൾ, പ്രണയ പരാജയങ്ങൾ, ഉറ്റവർ പോലും നമ്മളിൽ നിന്ന് അകന്നു പോകുന്ന ഒരു ഏകാന്തത, ഇതൊക്കെയായിരുന്നു നിങ്ങളുടെ അവസ്ഥ. പലപ്പോഴും മനസ്സ് തുറന്ന് ഒന്ന് ചിരിക്കാൻ പോലും കഴിഞ്ഞിട്ടുണ്ടാവില്ല. എന്നാൽ ജനുവരി 20 മുതൽ കഥ മാറുകയാണ്. ശുക്രൻ നിങ്ങളുടെ 5ാം ഭാവത്തിലേക്കാണ്, അതായത് പൂർവ്വപുണ്യസ്ഥാനത്തേക്ക് അതിൻ്റെ ഗുണങ്ങൾ ചൊരിയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ധനസമൃദ്ധി വന്നു ചേരും, നിങ്ങളുടെ ബുദ്ധി തെളിയും, മക്കൾക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവർക്ക് നല്ല വാർത്തകൾ കേൾക്കാം. ഏറ്റവും പ്രധാനം, നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി അല്ലെങ്കിൽ സർഗാത്മകത കൂടുകയും കലാരംഗം, സിനിമ, സീരിയൽ, യൂട്യൂബ്, സോഷ്യൽ മീഡിയ തുടങ്ങിയ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് വലിയ അംഗീകാരം ലഭിക്കും. സമൂഹത്തിൽ നിങ്ങൾക്കൊരു പേരും പ്രശസ്തിയും ഉണ്ടാകും. സാമ്പത്തികമായി ഒരു കോടീശ്വര യോഗം തന്നെ കന്നിരാശിക്കാർക്ക് ഈ സമയം നൽകുന്നുണ്ട്. കിട്ടില്ല എന്ന് കരുതി ഉപേക്ഷിച്ച പല നേട്ടങ്ങളും നിങ്ങളെ തേടി ഇങ്ങോട്ട് വരും. മൂന്നാമതായി ജനുവരി 20 മുതൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്ന രാശി വൃശ്ചിക രാശിയാണ്. വിശാഖം അവസാന കാൽഭാഗം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രക്കാരാണിവർ. വൃശ്ചിക രാശിക്കാർക്ക് ശുക്രൻ 3ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. എങ്കിലും ചൊവ്വയുടെയും ബുധൻ്റെയും സ്വാധീനം കൊണ്ട് വിപരീത രാജയോഗത്തിന് തുല്യമായ ഫലമാണ് ലഭിക്കുക. കഴിഞ്ഞ കുറച്ചു നാളുകളായി ശത്രുക്കളെ കൊണ്ട് പൊറുതിമുട്ടിയവരാകാം നിങ്ങൾ. എവിടെ നോക്കിയാലും വഴക്ക്, തർക്കങ്ങൾ, സ്വന്തം സഹോദരങ്ങളുമായി പോലും സ്വരച്ചേർച്ച ഇല്ലായ്മ, വീട് പണി പാതി വഴിയിൽ മുടങ്ങി നിൽക്കുന്ന അവസ്ഥ. പക്ഷേ ഭയപ്പെടേണ്ട, ജനുവരി 20 മുതൽ നിങ്ങളുടെ ഉള്ളിൽ ഒരു വല്ലാത്ത ധൈര്യവും ആത്മവിശ്വാസവും വന്നു ചേരും. നിങ്ങളെ എതിർത്തവർ തന്നെ നിങ്ങളെ അനുകൂലിക്കും. ഏറ്റവും വലിയ പ്രത്യേകത, ഭൂമി, ഭവനം, വാഹനം എന്നിവ വാങ്ങാനുള്ള യോഗമാണ്. സ്വന്തമായി ഒരു സ്ഥലം വാങ്ങാനോ ഉള്ള വീട് പുതുക്കിപ്പണിയാനോ അല്ലെങ്കിൽ സ്വർണം വാങ്ങാനോ ഈ 24 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് സാധിക്കും. കുടുംബത്തിൽ സമാധാനവും ഐശ്വര്യവും തിരിച്ചു വരുന്ന സമയമാണിത്. മഹാലക്ഷ്മിയുടെ അനുഗ്രഹം പൂർണ്ണമായും കുടുംബത്തിൽ നിലനിൽക്കും. അവസാനമായി, എന്നാൽ ഒട്ടും കുറവല്ലാത്ത ഭാഗ്യം ലഭിക്കുന്ന 4ാമത്തെ രാശി മീനരാശിയാണ്. പൂരുരുട്ടാതി കാൽ, ഉത്രട്ടാതി, രേവതി നക്ഷത്രക്കാർ. മീനരാശിക്കാർക്ക് നിലവിൽ 7.5 ശനിയൊക്കെ ആണെങ്കിലും നിങ്ങൾ തളരേണ്ടതില്ല. കാരണം 11ാം ഭാവത്തിലേക്കാണ്, അതായത് ജാതകത്തിലെ ലാഭസ്ഥാനത്തിലേക്കാണ് ശുക്രൻ വരുന്നത്. അതൊരു വലിയ അനുഗ്രഹമാണ്. ആരോഗ്യ പ്രശ്നങ്ങളും വരുമാനത്തേക്കാൾ വലിയ ചിലവുകളും കൊണ്ട് നട്ടം തിരിയുന്നവരായിരിക്കും നിങ്ങൾ. 10 രൂപ വന്നാൽ 20 രൂപ ചിലവാകുന്ന അവസ്ഥ. എന്നാൽ ഇനി അത് മാറുകയാണ്. ജനുവരി 20 മുതൽ സാമ്പത്തിക സ്രോതസ്സുകൾ തുറക്കും. കടബാധ്യതകൾ തീർക്കാൻ ആവശ്യമായ പണം പല വഴികളിലൂടെ നിങ്ങളുടെ കയ്യിൽ വന്നു ചേരും. ബിസിനസ്സിൽ വലിയ ഓർഡറുകൾ ലഭിക്കും. നിങ്ങളുടെ സുഹൃത്തുക്കളിൽ നിന്നും അല്ലെങ്കിൽ ഉയർന്ന സ്ഥാനത്തിരിക്കുന്ന വ്യക്തികളിൽ നിന്നും അപ്രതീക്ഷിത സഹായങ്ങൾ ലഭിക്കും. ശനിയുടെ കഠിനതകൾക്കിടയിലും ഒരു കുളിർമഴ പോലെ ഈ ശുക്രമാറ്റം നിങ്ങൾക്ക് സാമ്പത്തിക നേട്ടങ്ങൾ വാരിക്കോരി നൽകും. ഈ അവസരം കൃത്യമായി വിനിയോഗിക്കുക. അപ്പോൾ പ്രിയമുള്ളവരെ, ഈ പറഞ്ഞ 4 രാശിക്കാർക്കും അതിലുൾപ്പെട്ട 12 നക്ഷത്രക്കാർക്കും വരാനിരിക്കുന്ന 24 ദിവസങ്ങൾ സുവർണ കാലഘട്ടമാണ്. ജനുവരി 20 മുതലുള്ള ഈ സമയം പാഴാക്കരുത്. കഠിനാധ്വാനത്തോടൊപ്പം ഈശ്വരവിശ്വാസവും കൈവിടരുത്. നിങ്ങളുടെ നക്ഷത്രം ഇതിൽ ഉണ്ടായിരുന്നോ? ഉണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ ഓം മഹാലക്ഷ്മിയെ നമഃ എന്ന് കുറിക്കാൻ മറക്കരുത്. കൂടുതൽ ജ്യോതിഷ വിശേഷങ്ങൾക്കും പരിഹാരങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ പ്രശ്ന പരിഹാരങ്ങളെക്കുറിച്ച് അറിയുവാൻ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്കും ബന്ധപ്പെടാവുന്നതാണ്. നന്ദി, നമസ്കാരം.